ഈ മഴക്കാലത്ത് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചില സാരികളുടെയൊക്കെ ബ്ലൗസ് ഒത്തിരി പഴക്കം ചെന്നതാണ്. അപ്പൊ അതിന്റെ ബ്ലൗസൊക്കെ പെട്ടുപോയി. അപ്പോൾ ഞാനിപ്പോ 2x2 കുറച്ച് ബ്ലൗസുകളൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ബ്ലൗസ് ഈ ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ആപ്റ്റാവുന്ന ചേരുന്ന കുറച്ച് സാരികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വളരെ കറക്റ്റ് അല്ല എങ്കിലും അത്യാവശ്യം കൊടുക്കാം. അപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ബ്ലൗസിന്റെ ഇത് കട്ട് ചെയ്തപ്പോ എനിക്ക് തോന്നി ഒത്തിരി പേര് ചോദിച്ചു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് തയ്ക്കുന്നതൊക്കെ ഒന്ന് ഇടാം. അപ്പൊ എനിക്ക് പ്രൊഫഷണൽ തയ്യലുകാരി അല്ലാത്തത് കൊണ്ട് എനിക്ക് എന്റെ മാത്രം ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടുള്ളൂ. അധികം പുറത്തേക്കും തയ്ച്ചു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ എന്റെ അമ്മച്ചിയുടെ അല്ലെങ്കിൽ അങ്ങനെ അത്ര അത്യാവശ്യമുള്ളവർക്ക് മാത്രം തയ്ച്ചു കൊടുക്കാറുള്ളൂ. അപ്പൊ അത് ബ്ലൗസിന്റെ പല അളവുകൾക്കും പല രീതിയിലൊക്കെ അളവെടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ഇടാനായിട്ടൊക്കെ മടിക്കുന്നത്. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് എന്റെ ബ്ലൗസ് കട്ട് ചെയ്ത ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. കുറച്ച് നീണ്ടു പോകുന്നതുകൊണ്ട് 2 ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് എന്റെ ബെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അപ്പൊ 40 ഇഞ്ചിൽ അളവിലാണ് വെട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഏറ്റക്കുറച്ചിലൊക്കെ ചെയ്ത് അത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നു. അതല്ല, എൻ്റെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഒത്തിരി പേര് കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് അതിൻ്റെ പോയിന്റും അതുപോലെ ബ്ലൗസിൻ്റെ ഷോൾഡർ ഇറങ്ങി പോകുന്നതും കൈയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് അറിയാവുന്ന അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ 2 ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പം ഞാൻ ഓൾറെഡി ഒരു ബ്ലൗസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ പോർഷനുകൾ 4, ഇതൊന്ന് ഫ്രണ്ട് പോർഷൻ, ഇതൊരു അതിൻ്റെ യോക്ക്, ഇത് ബാക്ക് പോർഷൻ, ഇത് കൈവെട്ടിയത്. അപ്പോൾ ഇത്രയും 4 പോർഷനാണ് നമുക്കൊരു ബ്ലൗസിൻ്റെ തുണി നമ്മൾ അളവ് 1 മീറ്ററോ 1.5 മീറ്ററോ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്ററൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തർ അളവ് അനുസരിച്ച് എടുക്കുമ്പോൾ അതിൽ നിന്ന് വെട്ടിയെടുക്കേണ്ട മെയിൻ. പിന്നെ നമുക്കിവിടെ ഹുക്ക് പിടിപ്പിക്കാനുള്ള തുണി വേണം, പൈപ്പിങ് ചെയ്യാനുള്ളത് വേണം. അപ്പോൾ ഈ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിലെ ടക്ക് ഇടുന്നതും ഫ്രണ്ടിലെ കഴുത്ത് വെട്ടുന്നതും ഷോൾഡർ ഇറങ്ങി പോവാതെ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ആദ്യം ഞാൻ വണ്ണം പറയാം. എൻ്റെ 40 സൈസാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 40 സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 4 പോർഷനായിട്ട് നമ്മൾ വായിക്കണം. ഫ്രണ്ട് പോർഷൻ തന്നെ 2 സൈഡ് ഉണ്ട്, പിന്നെ ബാക്കിൽ 2 സൈഡ്. അപ്പോൾ അങ്ങനെ 4 ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 40നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ 13 ഇഞ്ചാണ് എൻ്റെ വണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് എടുക്കുക. 10ൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഈ സൈഡിലും ഈ താഴെയൊക്കെ 13 ഇഞ്ച് തന്നെയാണ്. ചിലർ ഇവിടെ കുറച്ച് കൂടുതൽ എടുക്കും. ഈ ബാക്കിൽ നമ്മൾ ഈ ഒരു ഇതെടുക്കാനുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റ് കൂടുതലുള്ളവർ, അതുപോലെ കുറച്ച് വണ്ണമുള്ളവർക്കൊക്കെ ഇവിടെ ഇപ്പോൾ 13 ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ ഒരു 14 എങ്കിലും എടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ആദ്യത്തെ ഒരു ടിപ്പ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി എനിക്ക് ഇവിടെ ഈ താഴെ വരുന്തോറും വണ്ണം കുറവായതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും ഇവിടെ എടുക്കാത്തത്. അപ്പോൾ 13 വണ്ണം എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഇറക്കം എന്ന് പറയുന്നത് എനിക്ക് 17-18 ഇഞ്ചിൽ 17.5 ഇഞ്ചെങ്കിലും എനിക്ക് ഇറക്കം വേണം. ഇത് 15 ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ യോക്ക് വെട്ടിയിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഒരു 4 ഇഞ്ചും കൂടി യോക്ക് വന്നിട്ടുണ്ട്. 4. അപ്പോൾ എനിക്ക് 15 4 19 ഇറക്കത്തിൽ എനിക്ക് എടുത്താലാണ് ഒരു തലത്തുമ്പും കാര്യങ്ങളെല്ലാം പോയിട്ട് ഒരു 17.5 ഇഞ്ചിൽ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറക്കം എടുത്തിരിക്കുന്നത് 15ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇറക്കം നോക്കുക. ഇറക്കം നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഐഡിയ പറഞ്ഞു തന്നെ കേട്ടോ. ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ബ്രസ്റ്റ് പോയിൻ്റ്, ഈ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ അളന്ന് നോക്കിയിട്ട് അവിടെ എനിക്ക് കിട്ടിയത് 11ആണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് ചിലപ്പോൾ 9 ആയിരിക്കാം, 8 ആയിരിക്കാം, 11.5 ആയിരിക്കാം. അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയാലാണ് നമുക്ക് ഈ ടക്കിട്ട ഭംഗി ഉണ്ടാവുള്ളൂ. ഒന്നുകൂടി പറഞ്ഞുതരാം. പലരുടെയും ഈ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ അളവ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വരെ നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് അളക്കുക. അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ ഒരു ടക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ് ഒരു 3-3.5 ഇഞ്ച് ഇവിടേക്കുള്ളത്. ഒരു ഐഡിയ കിട്ടിയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടക്കും കൂടി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഇവിടേക്ക് പോവാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 15. ഈ 15ൻ്റെ താഴെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗം വരുന്നിടത്തുനിന്ന് 1 ഇഞ്ച് മാറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 14 ഒരു ഇങ്ങനെ കർവായിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഈ സൈഡും 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ 15ൻ്റെ ഇവിടേക്ക് ഒരു കർവ് നമുക്ക് വരുത്താൻ വേണ്ടി ഈ അളവ് എങ്ങനെ എടുക്കണമെന്നറിയോ? ഈ അളവ് എടുക്കുന്നത് നമ്മുടെ ഇവിടെ ഷോൾഡറിൻ്റെ, ഇപ്പോൾ എനിക്ക് 3 ഇഞ്ച് ഷോൾഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം പകുതി 1.5 ഇഞ്ചിൽ നിന്ന് ഞാൻ എൻ്റെ ബ്രസ്റ്റിൻ്റെ പോയിൻറ്റ് 11.5 ഇഞ്ചിൻ്റെ ഇവിടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും നേരെ താഴത്തേക്ക് മാർക്ക് ചെയ്യാം.
ആ ഒരു പോയിന്റിലേക്ക് ആയിരിക്കണം ഇവിടെ നിന്നുള്ള വെട്ട് വരേണ്ടത്, കർവ് വരേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ടക്കിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഞാൻ ഇവിടെ നമുക്കൊന്ന് വെട്ടി കാണിച്ചു തരാം. എടുക്കാം. അതുപോലെ നമുക്കൊന്ന് ഒരു ഷേപ്പാക്കി എടുത്തു. ഈ ഒരു ടക്കിടല്ലോ, ഇത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വീതി ഇവിടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഇപ്പോൾ 40 സൈസുള്ളവർക്ക് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയാൽ മതിയാവും. അത് കൂടുതലുള്ളവർക്ക് 2.5 ഇഞ്ച്. തീരെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ, വണ്ണം കുറവുള്ളവരാണെങ്കിൽ ഒരു 1.5 ഇഞ്ച് മതി. അപ്പോൾ ഇവിടെ നിന്നും ഇവിടേക്ക് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 ഇഞ്ച്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ടക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ്. അവിടെ നിന്നെല്ലാം നമ്മളൊരു 1.5 ഇഞ്ച് മാറ്റിയിട്ട് വേണം എല്ലാ ടക്കുകളുടെയും ഇത് ഇടാനായിട്ട്. ഈ ഒരു പോയിന്റ് നമുക്ക് ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇത് കൂടുതലുള്ളവർക്ക് ഇങ്ങോട്ട് നീക്കുന്തോറും കപ്പിൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മൾക്ക് വണ്ണം ഉള്ളവരാണെങ്കിൽ ഇത് കുറച്ച് ഇങ്ങോട്ട് നീക്കി 2 ഇഞ്ചാക്കാം. തീരെ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഇത് പോയിൻ്റായിട്ട് ഇരുന്നാൽ മതി, ബ്രസ്റ്റ് കുറവുള്ളവർക്ക്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിനും 1.5 ഇഞ്ച് ഇതിലാണ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച്. അപ്പോൾ 4 ടക്കുകൾക്കും ഇതാണ് എൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും 2 ഇഞ്ച്, ഇവിടെ നിന്നും നമുക്ക് 2 ഇഞ്ച് മാറ്റിയിട്ട് 2 ടക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഒരു ടക്ക് ഇവിടെ, 1 ഇവിടെ, 2 ഇവിടെ, 3ാമത്തെ ഇവിടെ. ഇനിയുള്ളത് ഇവിടെയാണ്. ഇവിടെ എടുക്കുന്നത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് വരും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്തേക്കുന്നത്. അവിടെ നിന്ന് ഇവിടുന്ന് 1.5 ഇഞ്ച് എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ 4 ടക്ക്. അപ്പോൾ ഈ ഒരു ടക്കിൻ്റെ ഭാഗത്ത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കഴുത്തിൻ്റെ ഒരു ഐഡിയ നോക്കാം. അതിന് ഏറ്റവും മെയിനായിട്ട് ഷോൾഡറാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഷോൾഡർ എനിക്ക് ചിലപ്പോൾ ഞാൻ ടേപ്പ് വെച്ച് അളക്കുമ്പോൾ 14, 14, 13 ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ ഇറക്കി വെട്ടുന്ന സാരി ബ്ലൗസുകളുടെ ഷോൾഡർ അങ്ങനെയൊന്നും നമ്മൾ എടുക്കണ്ട. നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കൊരു ഇപ്പോൾ എൻ്റെ 40 സൈസാണെന്ന് പറഞ്ഞു. എനിക്ക് അത്യാവശ്യം നല്ല വിരിവുണ്ട്, ഷോൾഡർ വിരിവുണ്ട്. അതുകൊണ്ട് ഞാൻ 6 ഇഞ്ച് എൻ്റെ ഷോൾഡർ എടുക്കണം. 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3 ഇഞ്ച് കഴുത്തിൻ്റെ വിടുത്തും 3 ഇഞ്ച് ഷോൾഡറും. ഓക്കെ. ഇനി തീരെ ചെറിയ വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിൽ അത് 5 മതിയാകും. അപ്പോൾ 2.5 ഇഞ്ച്, 2.5 ഇഞ്ച്. പിന്നെ കുറച്ച് വണ്ണമുള്ളവരുണ്ടാവും, കുറച്ച് കൂടുതൽ വണ്ണമുള്ളവർ, നല്ല മാംസളമായിട്ടുള്ള വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഷോൾഡർ എന്ന് പറയുന്നത് 6 എന്നുള്ളത് 6.5 ഇഞ്ച് എടുക്കാം. ഇതിൽ കൂടിയാൽ, ഈ അളവിൽ കൂടിയാൽ എന്തുണ്ടാവും, ഈ ഷോൾഡർ ഇങ്ങനെ ഇവിടെ ചുളുങ്ങിയിരിക്കും, ഇവിടെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. പിന്നെ നല്ല കറക്റ്റായിട്ട് ഇത് നമ്മുടെ ഇവിടെ കവർ ചെയ്ത് കിടക്കില്ല. പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഷോൾഡർ എടുത്തിരിക്കുന്നത് 6 കേട്ടോ. 6. ഇതിപ്പോൾ വെട്ടിയാണ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ ഇനി കഴുത്തിൻ്റെ ഇറക്കം നോക്കുകയാണെങ്കിൽ എനിക്ക് കഴുത്തിൻ്റെ ഇറക്കം 8 കേട്ടോ. ശരിക്കും നമുക്ക് 3 ഇഞ്ചാണ് ഷോൾഡർ ഇവിടെ പോയിട്ടുള്ളൂ. എൻ്റെ ഞാൻ 6 ഇഞ്ചിലെടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാനിവിടെ വരുമ്പോൾ, ഈ കഴുത്തിൻ്റെ ഇവിടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടുത്തെ 3 തന്നെയാണ് എടുക്കണമെന്നല്ല, ഒരു 3.25 എടുക്കണം. 3.25 എടുക്കണം എന്തിനാണെന്നറിയോ? നമുക്കിവിടെ കുറച്ച് ഈ ഹുക്ക് വയ്ക്കാനായിട്ട് പോവും. അപ്പോൾ ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3.25 ഇത് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ച് നമ്മളൊരു ബോക്സ് ആക്കിയിട്ട് നമ്മൾ കഴുത്ത് വെട്ടുമ്പോൾ നമുക്കൊരു കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടണമല്ലോ. ഇവിടെ ഒരു ബോക്സിൻ്റെ ഒരു മൂല കിട്ടുമല്ലോ. അവിടെ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഒരു മാർക്ക് ചെയ്യാം, 1 ഇഞ്ച്. അവിടെ നമ്മൾ ഇതിൻ്റെ നടു കൊണ്ടുവന്ന് ഇങ്ങനെ കർവ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെയല്ല പോകേണ്ടത്. ഒരു കാരണവശാലും ഇങ്ങനെ നേരെ ഇതുമ്മേ കൂടെ പോകണ്ട. ഒന്ന് ഒതുക്കി വെട്ടിയാൽ ഭംഗിയായിട്ടിരുന്നോളും. ആ ഒരു ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എനിക്ക് പൊക്കമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിടത്തിലും ഇതൊക്കെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കഴുത്തിൻ്റെ ഒതുക്കൊക്കെ നോക്കിയിട്ട് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ 3-ൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ. ഓക്കെ. ഇത്രയും വേണ്ട. അപ്പോൾ ഇവിടെ ഒരു 2 ഒക്കെ എടുത്തോ. ഇതിപ്പോൾ എനിക്ക് കഴുത്ത് കുറച്ച് ഇതുപോലെ ഇരുന്നാൽ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വെട്ടിയിരിക്കുന്നത്. ബാക്ക് പോർഷനിൽ കഴുത്ത് ഇതുപോലെ തന്നെ നമ്മൾ വെട്ടിയിരിക്കണേ. അപ്പോൾ എനിക്ക് ഇറക്കം ഒരു 8.5 ബാക്കിൽ കുറച്ച് 8.5 എടുത്തിട്ടുണ്ട്. 8.5. അപ്പോൾ 8.5 എടുത്തു. ഇവിടെ നമ്മൾ
കൂടുതലൊന്നും വേണ്ട കേട്ടോ, 3 തന്നെ എടുത്താൽ മതി. ഈ 3 ബോക്സ് ഉണ്ടാക്കാം, ഇവിടെ 3 ബോക്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിപ്പോൾ ഇത് ഒതുങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും വേണ്ട, ഇവിടുന്ന് ഇങ്ങനെ തന്നെ പോന്നോട്ടെ. ഇതിങ്ങനെ വെട്ടി നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ മറ്റൊരു ഭാഗം അടുത്ത ഒരു ദിവസം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ.